ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. കണ്ണൻ ഗെയിമിംഗ് എന്ന് പറയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് പുതിയൊരു ഗെയിമായിട്ട്. ഗെയിമിൻ്റെ പേരാണ് നമ്മൾ ഈ ഗെയിം കളിച്ചൊരു ഗെയിമാണ്. ഇപ്പം കളിച്ച ഗെയിം ഇടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സമയമില്ലായിരുന്നു. ആണ് ഇപ്പം ഇത് എടുത്തിരിക്കണത്. അപ്പം കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കില്ല. നമുക്ക് ഈ ഗെയിമിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവരും കളിച്ച് നോക്കുക, നല്ല ഗെയിമാണ്. എനിക്കൊരു ഇഷ്ടമുള്ള ഗെയിമാണ്. ഷൂട്ടിങ്ങിൽ ഫ്രീ ഫയറും പബ്ജിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഗെയിമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, നമുക്കിതിന് സ്കിന്നൊക്കെ ഉണ്ട്, കുറേ ഗൺസൊക്കെ ഉണ്ട്, മറ്റേ ഇതൊക്കെ ഉണ്ട്, മിഷ്യൻ ഗണ്ണൊക്കെ ഉണ്ട്. കണ്ട അങ്ങനെ കുറേ കണ്ട M4 Pro ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഗൺസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രീ ഫയറിലും പബ്ജിയിലുള്ളതൊക്കെ പോലെ BRും CS-ൻ്റെയും വേറൊരു വെർഷനുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ കണ്ട, നമുക്കിപ്പോൾ ഇത് ടീമായിട്ട് വേണം. ഇത് ഈ കാണിച്ചിരിക്കുന്നത് ടീമായിട്ട് കളിക്കാനും, ഈ കാണിച്ചിരിക്കണത് എന്നതാണ് നമുക്ക് ഒറ്റക്ക് കളിക്കാനുമാണ്. ആദ്യം നമുക്ക് ഒറ്റക്ക് കളിച്ച് കാണിച്ചു തരാം. ഇവിടെ ചെറിയൊരു മഴയുണ്ട്, അപ്പോൾ അതായിട്ട് മൈൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗെയിം നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതെല്ലാവർക്കും അറിയാമല്ലോ, സ്റ്റാർട്ട് വാസസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ VSC നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് ഗെയിം സ്റ്റാർട്ടാകും. ഇതാണ് മാപ്പ്. നമ്മൾ കളിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇങ്ങനെ മാപ്പ് കാണിച്ചായിരിക്കും ലോഡിങ് നടക്കണത്. ഏതാണ് മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേഷന് വേണ്ടി പ്രിപ്പറേഷൻ അതിന് വേണ്ടി കാണിക്കുന്നതാണ്. നമുക്ക് കണ്ട ഇങ്ങനെയാണ് ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ ഈ ഗെയിമിൻ്റെ അകത്തൊരു ലെജൻഡ് കാര്യങ്ങളാണ്. ഇത് മൾട്ടിപ്ലെയർ ഗെയിമാണ്, ഓൺലൈൻ റിയൽ പ്ലേയേഴ്സാണ്. പക്ഷേ ഇതൊരു ഓഫ്ലൈൻ ഗെയിമാണ് കേട്ടോ. അതാണ് പറഞ്ഞ് എല്ലാവരും ഒന്ന് കളിച്ച് വെക്കാൻ. ഫ്രീ ഫയറും പബ്ജിയൊക്കെ മടക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കളിച്ച് വെക്കുക. ഫ്രീ ഫയറും പബ്ജിയൊന്നും മടക്കിയല്ല, എങ്കിലും കളിച്ച് നോക്കുക. വെറുതെ പറഞ്ഞല്ലോ. കണ്ട ഇങ്ങനെ ആയിരിക്കും നമ്മൾ ചത്ത് പോണത്. ഇതെന്താണ് ഗൈസ്, അവൻ കാണിച്ചു തന്നു. അവിടെ എവിടെയായിട്ടൊക്കെ പ്ലേയേഴ്സ് ഉണ്ടാവും. അവൻ ശരിക്കും എടുക്കുന്നുണ്ട്. ഇനി നമുക്കിങ്ങനെ കാണിക്കാം. അപ്പോൾ ഇത്തിരി നമ്മളവൻ കൊന്നിച്ചവന് ഓരോന്ന് കാണിച്ച്, അപ്പം നമ്മളും തിരിച്ച് കാണിക്കണ്ടേ. ഇവനല്ലേ ഇത്തിരി പോകുന്നത്. അവനെന്നെ പിന്നെ കൊന്നത്. അവല്ല വേറൊരുത്തനെ വന്നത്. പിന്നെ ആരാണ് കൊന്നത് അവൻ്റെ അടുത്തൊക്കെ നമ്മൾ പോകും. അവൻ്റെ സ്ക്രീൻ നമ്മൾക്ക് കാണിച്ചു തരും. കണ്ട നമ്മളതിൻ്റെ അത് 7 കില്ല് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റാണ് നിൽക്കണത്. ഇത് ഇവിടെ കാണിക്കണ്ട. പിന്നെ ഈ ഗെയിം ഞാൻ കുറേ കളിച്ചിട്ടുള്ള കാരണം എനിക്ക് ഈ ഗെയിമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ആദ്യമായിട്ടായിരിക്കും ഒരാൾ കളിച്ച ഗെയിം എടുത്ത് യൂട്യൂബ് ചാനൽ ഇടുന്നത്. ഞാൻ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. സൺഡേയും ശനിയാഴ്ചയും ഞായറാഴ്ചയായിരിക്കും നമ്മൾ വീഡിയോ എടുക്കണത്. ചാനൽ ഇടാൻ വേണ്ടി വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വെക്കണത്. അപ്പോൾ എനിക്ക് ഗെയിമൊക്കെ സെറ്റാക്കിയാണ്. ചെറിയൊരു പേഴ്സണൽ ഇഷ്യൂ കാരണം പുറത്ത് നമ്മുടെ ഈ ജില്ല വിട്ട് പോകേണ്ടി വന്നു. എന്നെ കൊന്നു കൈസവൻ. ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് എന്നാണ് പനിയായിട്ട് ആശുപത്രിയിൽ പോയിരിക്കുന്നു. അതുകാരണമാണ് ഞാൻ വീഡിയോ വൈകിയത്. അതാണ് പറയാൻ തോന്നുന്നത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് പോയി. നമ്മളിപ്പോൾ 12 കിലോ നമ്മൾ എടുത്തിട്ടുണ്ട്. എളുപ്പ ഗെയിമാണ്, നല്ല അടിപൊളി ഗെയിമാണ്. ഇതിൻ്റെ സ്കിന്നൊക്കെ ഉണ്ട്. എനിക്കൊരു സ്കിന്നുണ്ട്. സ്കിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടുന്ന ക്യാരക്ടർ മാറ്റാൻ പറ്റും. 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവിടെ ആരെങ്കിലും ഇപ്പോൾ സ്പോണാകും, ഞാൻ കാണിച്ചു തരാം. ആരെങ്കിലും പ്ലേസ് മുഴുവൻ ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ ടൈം കാണിക്കും. ഇസ്മേലി ഇവിടെ ടൈം കാണിക്കുന്നുണ്ടോ നിങ്ങൾ? ടൈം അനുസരിച്ചായിരിക്കും നടക്കണത് പരിപാടി. ഫുൾ മാച്ച് എത്ര ടൈം ഉണ്ടാകും. കണ്ട ഇവിടെ ഒരാളുടെ ശില്പമൊക്കെ ഉണ്ട്. കണ്ട ആരാണോ എന്തോ വല്യമ്മയുടെ തല നോക്കി ഇടിക്ക് പൊളിക്കും. ഇതൊരു കൊച്ചേട്ടന്മാരെ കണ്ട അവരിങ്ങനെ നോക്കിയിരിക്കണ്ടായി. അവർക്ക് എന്തായാലും
എടുത്തിരിക്കുന്നത്. ആരണ്ട നമ്മളെ ഫോളോ ചെയ്ത് വന്നുണ്ട് ഗൈസ് പുറകെ. നമ്മൾ പ്ലെയറാണ് ഗൈസ്. കാരണം ദൂരത്ത് നിന്ന് നമ്മൾ കണ്ട ഗൈസ്. ഞാൻ എൻ്റെ സ്കിന്നൊക്കെ ഉണ്ട്, അടിപൊളി തോക്കിൻ്റെ സ്കിൻ. ഞാൻ പ്ലെയറാണ്. പ്ലെയറാണെന്ന് പറഞ്ഞു. അതെ, ഞാനൊരു കിടിലൻ പ്ലെയറാണ്. ഈ ഗെയിം കളിക്കണ ആരെങ്കിലും ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പറയും ധൈര്യം ഉണ്ടാവാടെ നമുക്ക് 1v1 കളിക്കാന്ന് പറയും. ഇതിനകത്ത് 1v1 ഇല്ലെന്ന് മനസ്സിലാക്കേണ്ട ബുദ്ധിമുട്ടില്ലാത്ത ചില പൊട്ടന്മാരായിരിക്കും. ഒരു തോക്ക് നമുക്കിങ്ങനെ തോക്കെടുക്കാൻ പറ്റും കേട്ടാ. ആളുകൾ അവരെ മരിച്ചു വീണവരുടെ നമുക്ക് തോക്കെടുക്കാൻ പറ്റും കണ്ട. ഇപ്പൊ നമ്മുടെ അവർക്കും തോക്കെടുക്കാം. അവൻ ഇതാണ് മൈക്കിൾ ജാക്സൺ ആണ് അവൻ. കണ്ട അവൻ അടിപൊളി പ്ലേയേഴ്സാണ് വന്നത്. ഇവന്മാര് പൊട്ടന്മാരായതാണ്. അത് നമുക്ക് കളിക്കാറിയാവുന്നതാണ്, അത് ഇവന്മാർക്ക് കളിക്കാറിയാൻ മേലാത്തതിൻ്റെയാണ് ഈ കുഴപ്പം. ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ കൊന്നതിന് ശേഷം ആരും മഞ്ഞില്ല ഇവിടെ. ഞാൻ ഇവിടുത്തെ ആളുകളെ മുഴുവൻ കൊന്നു ഗൈസ്. ഞാൻ എന്റെ പണി തുടങ്ങി. എന്തൊരു ക്രൂരാണ് കണ്ട ഗൈസ്. ഗ്രാഫിക്സ് ഒരു രക്ഷയല്ല ഗൈസ് ഗെയിമിന്റെ. അതാണ് മെയിൻ കാര്യം. എനിക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഇപ്പൊ ഞാനിത് 1 വീക്ക് കണ്ട ഗൈസ്. ടൈമർ സ്റ്റാർട്ട് ചെയ്യണ്ട. ഇപ്പൊ ഗെയിം എൻ്റെ ഗൈസ്. ഗെയിമല്ല, ഇതിൻ്റെ അകത്ത് ഇത് എൻ്റെ ചാകരുത്. എൻ്റെ അകത്ത് നമ്മൾ ചാകരുത്. കാരണം ചത്ത് കഴിഞ്ഞാൽ നാണക്കേടാണ്. 21 കില്ല് ഗൈസ്. പറ്റുമോ? ആർക്കെങ്കിലും പറ്റും ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ എടുക്കാൻ? ആരണ്ട ഒരു ഇത് അമേരിക്കൻ പ്ലെയറും കൂടി ഉണ്ട്, പുള്ളിക്കാരനും എടുത്ത് 11 കില്ല്. നമ്മൾ ലെജൻഡേഴ്സ്. നമ്മൾ 24 കില്ലെടുത്ത്. 21 ആദ്യം പറഞ്ഞ്. ഇപ്പം 24 കില്ലെടുത്ത് ഞാൻ. 573 രൂപ കിട്ടി നമുക്ക്. 573 രൂപ ഒരു കീയും കിട്ടി ഗൈസ്. ഇവിടെ മഴ ചെറുതായിട്ട് കിടക്കൊണ്ട് കടിക്കണുണ്ടെന്ന്. മഴ ചെറുതായിട്ട് കടുക്കണുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സെൻഡാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണമൊന്നും കേൾക്കാൻ പറ്റിയില്ല. മൈക്കൊന്നും ശരിക്കും വർക്കായൊന്നുമില്ല. മഴയുടെ ഒച്ച കേൾക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ മൈക്കൊക്കെ അടിപൊളിയാണ്. കണ്ടായിസ് ഇവിടെ മഴയുടെ ഒച്ച നിങ്ങൾക്ക് കേൾക്കാമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ കൂടുതൽ പിന്നെ ഞാൻ പറഞ്ഞ് ഓടിപ്പിക്കില്ല. അടുത്ത ഇതിൻ്റെ മാച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കളിക്കാം. ഇത് കണ്ടായിസ്. ഇനി ഒരു ഇതും കൂടി ഉണ്ട്, സെറ്റിങ്സൊക്കെ ഉണ്ട് കേട്ടോ. അത് പറയാൻ മറന്നുപോയി. ഇനി ഇതുണ്ട് എന്നാ ടീമേറ്റ് വെച്ച് കളിക്കണത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് വെക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴ ചെറുതായിട്ട് നന്നായിട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരുന്നവരേക്കും ഒരു ചെറിയ ബ്രേക്ക്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്തോളൂ. ഇത് ഏതോ യൂട്യൂബറിൻ്റെ കണ്ട് ഞാൻ പഠിച്ചതാണ്, ഏതാണെന്ന് ഞാൻ മറന്നുപോയി. പിന്നെ നമ്മുടെ M4ടെക്കിൻ്റെ അകത്ത് പറയണ പോലെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഇപ്പം ഏതാണ്ട് കുറച്ച് നേരം എടുത്തിട്ടുള്ള വീഡിയോ. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യ്, നമ്മൾ കളിച്ച് കാണിക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഫ്രീ ഫയർ കളിക്കാൻ. ഫ്രീ ഫയറൊക്കെ ഞാൻ കളി നിർത്തിയതാണ്. നോക്കട്ടെ നമ്മുടെ ചാനലിൽ ഇടാൻ പറ്റുമോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വരാം. ബൈ ബൈ.